2026 യൂണിയൻ ബഡ്ജറ്റിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. സ്റ്റോക്ക് മാർക്കറ്റിൽ കൃത്യമായി പ്ലാൻ ചെയ്യുന്നവർക്ക് ചില ഷുവർ ബെറ്റുകൾ നൽകുന്ന സമയം. അത്തരത്തിൽ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ യൂണിയൻ ബഡ്ജറ്റിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. റൈറ്റ് ഇൻവെസ്റ്റിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത 2 മാസത്തിനുള്ളിൽ ഏതാണ്ട് 2 കാര്യങ്ങൾ ഉറപ്പാണെന്ന് പറയാം. ഒന്ന്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ തരുന്ന ഡിവിഡൻഡ് ലാഭവിഹിതം. 2, ബജറ്റിന് മുൻപായി മാർക്കറ്റിൽ കാണുന്ന ഒരു റാലിയും മാർക്കറ്റിൽ കാണുന്ന ഒരു മുന്നേറ്റം. ഈ ഡിവിഡൻഡ് അവസരം എങ്ങനെ മുതലെടുക്കാം എന്ന് നോക്കാം. കോൾ ഇന്ത്യ, ONGC, REC, PFC, IOC, പവർ ഗ്രിഡ് മുതലായ സ്റ്റോക്കുകളെല്ലാം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഡിവിഡൻഡ് അനൗൺസ് ചെയ്യാൻ വളരെ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. മുൻവർഷങ്ങളിലെ ചരിത്രം നോക്കുമ്പോൾ നമുക്ക് അതാണ് മനസ്സിലാവുന്നത്. ഉദാഹരണത്തിന് കോൾ ഇന്ത്യ എന്ന സ്റ്റോക്ക് നോക്കാം. ഇവിടെ സ്റ്റോക്കിൻ്റെ വില കൂടുന്നോ എന്നതിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പകരം കമ്പനി തരുന്ന ഡിവിഡൻഡ്, അതായത് ലാഭവിഹിതത്തിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കുക എന്നതാണ് നമ്മൾ നോക്കുന്നത്. എന്തുകൊണ്ടാണ് കോൾ ഇന്ത്യ നല്ലൊരു ഓപ്ഷൻ ആവുന്നത്? കാരണം ഇന്ത്യയിൽ സ്ഥിരമായി നല്ലൊരു ഡിവിഡൻഡ് നൽകുന്ന കമ്പനിയാണിത്. പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ മെയിൻ ഷെയർ ഹോൾഡർ ഗവൺമെൻറ് തന്നെയാണ്. ബജറ്റിന് മുമ്പ് ഗവൺമെൻറ്റിന് അവരുടെ കണക്കുകൾ ഒക്കെ ശരിയാക്കാൻ കുറച്ച് പണം വേണം. അതിന് ഗവൺമെൻറ്റിനുള്ള എളുപ്പ വഴിയാണ് കോൾ ഇന്ത്യ പോലുള്ള കമ്പനികളിൽ നിന്ന് നല്ലൊരു ഡിവിഡൻഡ് വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അടുത്ത് തന്നെ ഒരു ഡിവിഡൻഡ് അനൗൺസ്മെൻറ്റിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാധാരണയായി ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് കോൾ ഇന്ത്യ അവരുടെ ഇടക്കാല ഡിവിഡൻഡ് പ്രഖ്യാപിക്കുക. ഈ ഡിവിഡൻഡ് അനൗൺസ്മെൻറ്റിന് തൊട്ട് മുൻപായി തന്നെ സ്റ്റോക്കിൻ്റെ പ്രൈസ് ചെറുതായി ഒന്ന് കയറും. ഡിവിഡൻഡ് തന്നു കഴിഞ്ഞാൽ പ്രൈസ് ചെറുതായി കുറയുകയും ചെയ്യും. എന്നാൽ ആ കുറവ് കിട്ടിയ ഡിവിഡൻഡിൻ്റെ അത്രയും ഉണ്ടാവില്ല. അപ്പോൾ ഡിവിഡൻഡ് അനൗൺസ്മെൻറ്റിന് തൊട്ട് മുൻപായി എൻ്റർ ചെയ്തവർക്ക് ഡിവിഡൻഡ് അനൗൺസ്മെൻറ്റിനൊപ്പം കാണുന്ന ആ ചെറിയ ഹൈപ്പ് എടുത്തുകൊണ്ട് ഡിവിഡൻഡ് ലഭിക്കും വരെ, അല്ലെങ്കിൽ ഡിവിഡൻഡ് റെക്കോർഡ് ഡേറ്റ് വരെ കാത്തു നിൽക്കാതെ തന്നെ ചെറിയൊരു ലാഭം എടുത്ത് എക്സിറ്റ് ആകാവുന്നതാണ്. അതായത് നെറ്റായി നോക്കുമ്പോൾ ഒരു ലാഭം കിട്ടും, അതും വലിയ റിസ്ക് ഇല്ലാതെ. അതായത് ഒരു 2 മാസം കൊണ്ട് 2.5% മുതൽ ഒരു 3.5% വരെ റിട്ടേൺ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ബാങ്ക് FDയിൽ ഒരു കൊല്ലത്തിൻ്റെ പകുതി കാത്തിരുന്നാൽ ലഭിക്കുന്ന റിട്ടേണിൻ്റെ പകുതിയിൽ കൂടുതലാണിത്. വെറും 2 മാസം കൊണ്ട്, ചിലപ്പോൾ അതിലും അധികം റിട്ടേൺ. ഓക്കെ, ഇനിയുള്ള 2 മാസങ്ങളിൽ ഡിവിഡൻഡ് പ്ലേ ഔട്ടിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട സ്റ്റോക്കുകളും നമ്മൾ കണ്ടു. മറ്റൊരു വലിയ അവസരം വരുന്നത് ബഡ്ജറ്റിന് മുൻപുള്ള പ്രതീക്ഷയാണ്. HAL ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിഫൻസ് മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. കയ്യിൽ നിറയെ ഓർഡറുകളുണ്ട്. അതുകൊണ്ട് ഭാവിയിലെ വരുമാനം ഏകദേശം ഉറപ്പാണ്. ബഡ്ജറ്റിൽ ഡിഫൻസിന് വേണ്ടി വലിയൊരു വിഹിതം അനുവദിച്ചാൽ അതിൻ്റെ ഗുണവും ഈ കമ്പനികൾക്ക് ലഭിക്കും. സാധാരണ ഇതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ, ബഡ്ജറ്റിന് ഒരു 4 ആഴ്ച മുൻപ് തന്നെ ഈ സ്റ്റോക്കുകൾ പതിയെ കയറി തുടങ്ങും. ബഡ്ജറ്റിന് ഒരാഴ്ച മുൻപൊക്കെ ആകുമ്പോഴേക്ക് സ്റ്റോക്ക് അതിൻ്റെ പീക്കിൽ എത്തിയിട്ടുണ്ടാവും. ഇവിടെ നിന്ന് തന്നെ ലാഭമെടുത്ത് മാറുന്നതാവും ബുദ്ധി. കാരണം ഗുഡ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഡേ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങും പിന്നീട് പ്രോഫിറ്റ് ബുക്കിങ്ങിനുമാണ് സാധ്യത കൂടുതൽ. റീറ്റെയിലേഴ്സ് ട്രാപ്പ് ആവുന്നതും ഇങ്ങനെയുള്ള സമയങ്ങളിലാണ്. അതായത് നല്ലൊരു ന്യൂസ് പ്രതീക്ഷിച്ചുകൊണ്ട് സ്റ്റോക്കിൽ നേരത്തെ എൻ്റർ ചെയ്യുകയും ന്യൂസ് വരുമ്പോൾ എക്സിറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് കൂടുതൽ സേഫ് ആയിട്ടുള്ള ഒരു പ്ലേ. ഇവിടെ നമുക്ക് എത്രത്തോളം നേട്ടം പ്രതീക്ഷിക്കാം? ഒരു മാസത്തിനുള്ളിൽ 8 മുതൽ 15% വരെ കയറാൻ സാധ്യതയുണ്ട്. വെറും ഒരു മാസത്തിനുള്ളിലുള്ള റിട്ടേൺ ആണ് ഈ പറയുന്നത്. ഒരു മാസം കൊണ്ട് നിങ്ങളുടെ ക്യാപിറ്റൽ ഒരു 10% വളർത്താൻ കഴിയുകയാണെങ്കിൽ അത് എത്ര വലിയ അവസരമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതേ സെക്ടറിൽ തന്നെ മറ്റൊരു അവസരമാണ് BEL, അതായത് ബെൽ. HAL ഒരു വിമാനത്തിൻ്റെ ബോഡി ഉണ്ടാക്കുകയാണെങ്കിൽ ബെൽ അതിൻ്റെ ഇലക്ട്രോണിക് സിസ്റ്റം ആണ് ഉണ്ടാക്കുന്നതെന്ന് പറയും. നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ മോഡേൺ ആക്കേണ്ടതിൻ്റെ ആവശ്യകത ഇപ്പോൾ എത്രമാത്രമാണെന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. ഈ അടുത്ത് നമ്മുടെ അയൽക്കാരുമായി ചെറിയ ഉരസലൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും. തീർച്ചയായും ഗവൺമെൻറ് ഈ കാര്യങ്ങൾ സംബന്ധിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കുകയും നടപടികൾ, തീരുമാനങ്ങൾ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നുണ്ടാവും. അതായത് പറഞ്ഞു വന്നത്,
പ്രതിരോധ സംവിധാനങ്ങൾ മോഡേൺ ആക്കുമ്പോൾ റഡാറ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇവയുടെയൊക്കെ ഡിമാൻഡ് കൂടും. ആ വളർച്ചയുടെ പ്രധാന ഗുണഭോക്താവ് ബെല്ലായിരിക്കും. ബെല്ലിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നേട്ടം ഏകദേശം 8 മുതൽ 12% വരെയാണ്. ഇത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനായി കാണാം. ഇനി HAL ബെൽ, ഇതിൽ നിന്ന് ഏത് തിരഞ്ഞെടുക്കണം എന്നാണെങ്കിൽ അല്പം വാല്യുവേഷൻസും ടെക്നിക്കൽ ലെവൽസും കൂടെ പരിഗണിച്ച് നിങ്ങൾക്കൊന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. അടുത്തതായി പറയാനുള്ളത്, ബഡ്ജറ്റ് റാലി എന്ന് പറയുമ്പോൾ അത് ഡിഫൻസിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഗവൺമെൻറ്റിൻ്റെ ഫോക്കസ് എപ്പോഴും കിട്ടുന്ന മറ്റൊരു ഏരിയയാണ് ഇൻഫ്രാസ്ട്രക്ചർ അഥവാ അടിസ്ഥാന സൗകര്യ വികസനം. ഈ രംഗത്തെ അതികായകനാണ് L&T. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി എന്നതിലുപരി റോഡ്, മെട്രോ, എനർജി, എന്തിന് ഡിഫൻസിൽ വരെ അവർക്ക് സാന്നിധ്യമുണ്ട്. വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു സ്റ്റോക്കാണിത്. ഒരു മേഖലയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും മറ്റൊരു മേഖലയിലെ ലാഭം കൊണ്ട് സ്റ്റോക്കിന് പിടിച്ചു നിൽക്കാൻ സാധിക്കും. എന്നാൽ ഫാസ്റ്റർ ഗ്രോത്തിന് വേണ്ടി കുറച്ചുകൂടി റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിൽ നിന്ന് PNC ഇൻഫ്രയോ HG ഇൻഫ്രയോ പരിഗണിക്കാം. ഉദാഹരണത്തിന് PNC ഇൻഫ്ര. L&T പോലെ എല്ലാത്തിലും നോക്കാതെ റോഡുകൾ, ഹൈവേകൾ പോലുള്ള കോർ ഇൻഫ്രയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന സ്റ്റോക്കാണിത്. 3.6x. അവരുടെ ഒരു വർഷത്തെ വരുമാനത്തിൻ്റെ 3 ഇരട്ടിയിലധികം വില വരുന്ന ഓർഡറുകൾ ഇപ്പോൾ തന്നെ കയ്യിലുള്ള സ്റ്റോക്കാണിത്. മികച്ച പ്രവർത്തന പാരമ്പര്യവും വരുമാനത്തിൻ്റെ പല മടങ്ങുള്ള ഓർഡർ ബുക്കും PNCയുടെ ശക്തിയാണ്. PNC ഏറ്റെടുക്കുന്ന ജോലികൾ കൃത്യസമയത്ത് തീർക്കുന്ന മിടുക്കരാണ് എന്നാണ് മാർക്കറ്റിലെ എക്സ്പേർട്ടുകളും പറയുന്നത്. PNCയുടെ ബിസിനസ് പ്രധാനമായും ഇന്ത്യയിലാണ്. അതിനാൽ ഗ്ലോബൽ ടെൻഷൻസ് വലുതായി പേടിക്കാനുമില്ല. ആയതിനാൽ കുറച്ച് റിസ്ക് എടുത്തുകൊണ്ട് കൂടുതൽ വളർച്ചാ സാധ്യതയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ L&Tക്ക് പകരമായി PNC ഇൻഫ്രയോ HG ഇൻഫ്രയോ പരിഗണിക്കാവുന്നതാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പെർസെൻറ്റേജ് കണക്കുകളും കാര്യങ്ങളും കഴിഞ്ഞ 4-5 വർഷത്തെ സ്റ്റോക്ക് മാർക്കറ്റ് ഹിസ്റ്ററി പരിശോധിച്ചുകൊണ്ടാണ്. തീർച്ചയായും ഫ്യൂച്ചറിൽ അങ്ങനെ സംഭവിക്കണമെന്ന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. ഇവിടെ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കുകളുടെ ഫ്യൂച്ചർ ഗ്രോത്ത് പൊട്ടൻഷ്യലും നിലവിലെ ടെക്നിക്കൽ ലെവൽസും കാര്യങ്ങളും സ്വന്തമായി പഠിച്ച ശേഷം മാത്രം സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ സ്വയം തന്നെ തീരുമാനിക്കുക.